എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനും നിങ്ങളും പ്രവാസികളായി ഈ ദുനിയാവിലോട്ട് കടന്നു വരുമ്പോ നമ്മുടെ തറവാടായ, നമ്മുടെ സ്വദേശമായ, നമ്മുടെ ഭവനമായ, വീടായ സ്വർഗത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഞാനും നിങ്ങളും കരഞ്ഞിരുന്നോ പ്രിയപ്പെട്ടവരെ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പുറത്തിറക്കപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മനുഷ്യപിതാവ് സുന്ദരമായ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സമയത്ത്, ഹവ്വാ റളിയല്ലാഹു തആല പുറത്താക്കപ്പെടുന്ന സമയത്ത് എവിടെയാണ് അവർ രണ്ടുപേരും എത്തിയതെന്ന് നമുക്കറിയുമല്ലോ, ചരിത്രം നമുക്കറിയാം. ഇന്ത്യ മഹാരാജ്യത്തിന് അഭിമാനിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായിട്ട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് വന്നത് എവിടെയാണ്? അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നെന്ന് ശ്രീലങ്കയുടെ ഭാഗമായ സിലോണിലെ ആദം മലയിലാണ് ആദം നബി കാലൂന്നിയത്. ഇന്ത്യ രാജ്യത്താണ് ആദം നബി കാലൂന്നിയത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സിലോണിലെ ആദം മലയിൽ കാലൂന്നുമ്പോ, ഹവ്വാ റളിയല്ലാഹു തആല ജിദ്ദയിൽ കാലൂന്നുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ കരയുകയാണ്. ഹവ്വാ ബീവി കരഞ്ഞതെങ്ങനെയാ? ആദം നബി കരഞ്ഞതെങ്ങനെയാ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ആദം നബി കരയുകയാണ്. 1 കൊല്ലമല്ല, 2 കൊല്ലമല്ല, 3 കൊല്ലമല്ല, 10 കൊല്ലമല്ല, 100 കൊല്ലമല്ല. പ്രിയപ്പെട്ടവരെ, ആദം നബി കരഞ്ഞത് എത്ര കൊല്ലമെന്നറിയോ? ഇന്ന് വിദേശ രാജ്യത്തേക്ക് പോകുന്ന ഖത്തറിലേക്ക്, അബുദാബിയിലേക്ക്, ഷാർജയിലേക്ക്, മസ്കറ്റിലേക്ക് പോകുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ് താങ്ങാന് കഴിയാതെ ഭാര്യ നിലവിളിക്കുകയാണ്, ഭാര്യ കരയുകയാ. പെങ്ങളെ, എത്ര നാളാ നീ കരയുക? ഭർത്താവ് തലേ ദിവസം ഉടുട്ടിരുന്നതായ കൈലി മുണ്ടെടുത്ത്, തലേ ദിവസം പോകുന്നതിന് മുമ്പ് ഉടുട്ടിരുന്നതായ മുണ്ടെടുത്ത് നെഞ്ചത്തേക്ക് ചേർത്ത് പിടിച്ച് തന്റെ ഭർത്താവ് ഉപയോഗിച്ചിരുന്ന ഷർട്ട് ഒന്ന് കഴുകിയിടാൻ പോലും മനസ്സ് കാണിക്കാറ്, ഷർട്ട് പോലും ഒന്ന് കഴുകാറ്, നെഞ്ചോട് ചേർത്ത് പിടിച്ച് തന്റെ മുഖത്തോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്നത് എത്ര ദിവസമാണ് പെങ്ങളെ? കഷ്ടപ്പെടാൻ പോയ ഭർത്താവ്, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിദേശ രാജ്യത്തേക്ക് പോകുമ്പോൾ ആ ഭർത്താവ് പോയല്ലോ എന്ന സങ്കടത്തോടെ, വേദനയോട് പ്രിയപ്പെട്ട പെങ്ങളെ നീ കരയുന്നത് ഒരാഴ്ചയല്ലേ? ഒരാഴ്ച കഴിഞ്ഞാല് കരയുന്നവരോട് പോലും നീ പറയുന്നതെന്താ? മക്കളെ കരയല്ല മക്കളെ, ഉപ്പ പോയത് സുഖിക്കാനല്ല, ഉപ്പ പോയത് സന്തോഷിക്കാനല്ല, ഉപ്പ പോയത് നമ്മുടെ കടം തീർക്കാനല്ലേ? നമുക്ക് നല്ല ഒരു വീട് വേണ്ടേ? നമുക്ക് കുറച്ച് വസ്തു വാങ്ങണ്ടേ? നമുക്ക് നല്ലതുപോലെ ഒരു ജീവിതം നയിക്കണ്ടേ? അതിനു വേണ്ടിയിട്ടല്ലേ ഉപ്പ വിദേശത്ത് പോയത്? കരയല്ല മക്കളെ എന്ന് പറഞ്ഞു പ്രിയപ്പെട്ട പിതാവിനെ ചോദിച്ചു കരയുന്ന പൊന്നുമക്കളോട് പോലും പ്രിയപ്പെട്ട പെങ്ങളെ നീ ആശ്വസിപ്പിക്കുമ്പോ ഒരാഴ്ചയല്ല മോളെ കരയുന്നത്, ഒരാഴ്ചയല്ല പ്രിയപ്പെട്ട പെങ്ങളെ കരയുന്നത്. ഇതൊരു പ്രവാസിയുടെ ജീവിതത്തിന്റെ കഥയാണ് പറയുന്നതെങ്കിൽ, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പോകുന്ന പ്രവാസിയെ നീ വിദേശ രാജ്യത്തോട്ട് കടന്നു ചെന്ന് നിന്റെ ഓഫീസിലേക്ക് കടന്നു പോകുമ്പോ, അതല്ലെങ്കിൽ നിന്റെ കമ്പനിയിലേക്ക് കടന്നു പോകുമ്പോ, അതല്ലെങ്കിൽ നിനക്ക് അനുവദിച്ചിട്ടുള്ളതായ ജോലി സ്ഥലത്തേക്ക് നീ കടന്നു പോകുമ്പോ പൊന്നുമോനെ കരയുന്നത് എത്ര ദിവസമാണ്? ഇതുപോലെ ഒരാഴ്ചയല്ലേ കരയുന്നത്? പിന്നെ ആ നാടുമായിട്ട് നീ ഇണങ്ങിച്ചേരുകയാ. എന്നാൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാസ ലോകത്തോട്ട് കടന്നു വന്നപ്പോ, വിദേശത്തോട്ട് കടന്നു വന്നപ്പോ, സ്വദേശമാകുന്ന സ്വർഗത്തിൽ നിന്ന് ഞാനും നിങ്ങളും അടങ്ങുന്നതായ ആദം നബി ഉണ്ടല്ലോ, അന്ന് ഞാനും നിങ്ങളും ആദം നബിയുടെ മുതുകത്തല്ലേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീവിയും ഈ ദുനിയാവിലോട്ട് കടന്നു വന്നപ്പോ കരഞ്ഞത് എത്ര കൊല്ലമെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എത്രയാ? 300 കൊല്ലം കരഞ്ഞെന്നാണ്. 100 കൊല്ലം നടന്നു കരയുകയാണ്, 100 കൊല്ലം കിടന്നു കരയുകയാണ്, 100 കൊല്ലം ഇരുന്ന് കരയുകയാ. കണ്ണുനീരിന്റെ വേപ്പ് ഞാനെന്ന് പറയട്ടെ, ആ കണ്ണുനീരിന്റെ വേപ്പ് ഞാനെന്ന് പറയട്ടെ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണുനീരിൽ നിന്ന് മുളച്ചു പൊന്തിയ 3 സസ്യങ്ങളുണ്ടെന്ന് പഠിപ്പിച്ചല്ലോ, 3 സസ്യങ്ങളുണ്ടെന്ന് പഠിപ്പിച്ചല്ലോ. പ്രിയപ്പെട്ടവര്, ചില്ലറ കരച്ചിലാണോ ആദം നബി കരഞ്ഞത്? ആദം നബി കരയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് ചോദിക്കുകയാണ്, അല്ലയോ ആദം നബിയെ കരയുന്നതെന്തിനാ? എന്തിനാണ് കരയുന്നതെന്തിനാ പ്രയാസപ്പെടുന്നത്? ആ സമയത്താണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീലിനോട് ചോദിക്കുന്നു, അല്ലയോ ജിബ്രീൽ, എങ്ങനെ ഞാൻ കരയാതിരിക്കും ജിബ്രീൽ? എങ്ങനെ സങ്കടപ്പെടാതിരിക്കും ജിബ്രീൽ? ഞാൻ സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ, ആഹ്ലാദത്തിന്റെ, നിർവൃതിയുടെ നാട്ടിൽ നിന്ന് ദുഃഖത്തിന്റെ, പ്രയാസത്തിന്റെ, നൊമ്പരത്തിന്റെ നാട്ടിലോട്ട് കടന്നു വന്നല്ലോ. അവിടെ സ്വർഗത്തിൽ എന്തിന്റെ കുറവായി എനിക്കുണ്ടായിരുന്നത്? ഒന്നിന്റെ കുറവും എനിക്ക് സ്വർഗത്തിലില്ലായിരുന്നു. എല്ലാ പടച്ചതമ്പുരാൻ എനിക്ക് തന്നല്ലോ. എനിക്കുള്ള ഫുഡ് തന്നു, അക്കോമഡേഷൻ തന്നു, ഇണ തന്നു, എല്ലാ സുഭിക്ഷമായ ഭക്ഷണവും അല്ലാഹു എനിക്ക് തരുമ്പോ ഇവിടെ എനിക്ക് ഭക്ഷണമില്ല, ഇവിടെ എനിക്ക് സന്തോഷമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ പോലെ കാണാൻ
സാധിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവളെ പോലും എനിക്ക് കാണാൻ കഴിയുന്നില്ല. ജിദ്ദയിൽ നിന്ന് കരയുന്ന ഹവ്വാ ബീവി, ഇന്ത്യയിൽ നിന്ന് കരയുന്ന ആദം നബി 300 വർഷത്തോളം കരഞ്ഞില്ലേ? ആദം നബിയുടെ കരച്ചിൽ കണ്ട് ജിബ്രീൽ പോലെ കരഞ്ഞുപോയെന്നല്ലേ പ്രവാചകനെ പഠിപ്പിച്ചത്? സഹോദരങ്ങളെ, കണ്ണുനീരിന്റെ വ്യാപ്തി ഞാൻ ഒന്നുകൂടി പറയട്ടെ. കണ്ണുനീരൊലിച്ചിറങ്ങിയപ്പോ എന്റെ സഹോദരങ്ങളെ 3 വസ്തുക്കൾ ഉണ്ടായെന്ന ചരിത്രം രേഖപ്പെടുത്തുന്നത്. ആദം നബിയുടെ കണ്ണുനീരിൽ നിന്ന് മുളച്ചു പൊന്തിയ 3 വസ്തുക്കൾ ഏതെന്നറിയോ? ഒന്നാണ് സന്തലു, ചന്ദനമാണ് ഒന്നാമത് മുളച്ചത്. 2 സഞ്ചബീലു, ഇഞ്ചിയാണ് മുളച്ചത്. 3 വൽ ഊദാണ് മുളച്ചത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ലോകത്തെ ഏറ്റവും നല്ല ഇഞ്ചി എവിടെയാ? അത് ഇന്ത്യ രാജ്യത്തിനല്ലേ അഭിമാനിക്കാൻ കഴിയുക? ലോകത്തെ ഏറ്റവും വലിയ ചന്ദനമേറാ ഇന്ത്യ രാജ്യത്തിന്റെ ചന്ദനമല്ലേ? പ്രിയപ്പെട്ടവരെ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് അറബികൾ ഒരുപാട് എത്തുന്ന പ്രദേശമേതാ? കോഴിക്കോട് നഗരമല്ലേ? കോഴിക്കോട് നഗരത്തിന്റെ ഊതിനെത്രയാ വിലയുള്ളത്? പ്രിയപ്പെട്ടവരെ, ഊത് വാങ്ങാൻ വേണ്ടിയിട്ട് അറബികൾ ഇന്ത്യയിൽ വരുമ്പോ എവിടെയാണ് വരുന്നത്? കോഴിക്കോടല്ലേ ഇറങ്ങി വരുന്നത്? ഇവിടെ നിന്നാ ഏറ്റവും നല്ല ഊത് കിട്ടുക? ഇതെവിടെ നിന്നാ ഉണ്ടായത്? 300 വർഷക്കാല കരഞ്ഞ് 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 പടച്ചവര് ആനന്ദത്തിന്റെ നാട്ടിൽ നിന്ന് ഞാൻ ദുഃഖത്തിന്റെ നാട്ടിലെത്തിയല്ലോ. സന്തോഷത്തിന്റെ വീട്ടിൽ നിന്ന് ദുഃഖത്തിന്റെ വീട്ടിൽ ഞാൻ എത്തിയല്ലോ. ഇന്ന് കരഞ്ഞുപോയ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിദേശ രാജ്യത്ത് പോകുന്ന പ്രവാസിയായി പോകുന്ന ഒരു മലയാളിക്കുണ്ടാകും ആദ്യത്തെ അനുഭവം. ആദ്യമായിട്ട് കടന്നു വരുന്ന വിദേശിയായി വിദേശത്തേക്ക് കടന്നു വരുന്ന ആദം നബിക്കുണ്ടായെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകം പ്രവാസം തന്നെയാണ്. ഈ ലോകം പ്രവാസം തന്നെയാണ്, സംശയമില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം 300 കൊല്ലം കരഞ്ഞു എന്നാ കണ്ടിട്ട് ജിബ്രീൽ കൂടെ കരഞ്ഞു എന്നാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഗൾഫ് രാജ്യത്ത് പോകുന്ന ഏതൊരു മലയാളിയാണ് ഒരാഴ്ചക്കാലം തന്റെ പ്രിയപ്പെട്ടവളെ കാണാതെ കരയുമ്പോ കൂടെ അറബികൾ കരഞ്ഞ ഏതെങ്കിലും ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? അവനെ അടിക്കും. അറബി തലയുള്ള വട്ട, ആ കറുത്ത വട്ടോടല്ല, വട്ട കൊണ്ട് തലയ്ക്ക് കൊടുക്കും, പോയി പണിയിടാന്ന് പറയും. പക്ഷെ ജിബ്രീൽ അങ്ങനല്ല. ജിബ്രീൽ ആദം നബിയുടെ കണ്ണുനീര് കണ്ടറിയാതെ ജിബ്രീൽ പോലും കരഞ്ഞുപോയെന്നാ. അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കെ, നമ്മൾ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വദേശം ഇവിടെയല്ല. എവിടാ നിന്റെ സ്ഥലം? അത് കോഴിക്കോട്. എവിടാ നിന്റെ സ്ഥലം? അത് വയനാടാ. എവിടാ നിന്റെ സ്ഥലം? അത് തിരുവനന്തപുരത്താ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ഇവിടെ നമ്മൾ അറിയപ്പെടാൻ വേണ്ടി പറയുന്നത്. ആ അഭിമാനത്തോടു കൂടി പറഞ്ഞോളി, എവിടെയാ നിന്റെ സ്ഥലമെന്ന് ചോദിച്ചാൽ അത് സ്വർഗമാണ്. സ്വർഗമാണ്. നമ്മളൊക്കെ തറവാട്ടിൽ നിന്ന് വന്നവരല്ലേ? നമ്മളൊക്കെ ഇവിടെ വന്നതല്ലേ? ഇനി മലയാള ഭാഷയിൽ മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ ആദം നബി ഹവ്വാ ബീവിയും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം കഴിച്ചപ്പോ വയറിന് അസ്വസ്ഥത വന്നു. അവിടെ ബാത്റൂം സംവിധാനമൊന്നുമില്ലല്ലോ. ആ ബാത്റൂം സംവിധാനത്തിന് വേണ്ടി വന്നതാണ് ഈ ദുനിയാവ്. കക്കൂസിന്റെ വിലയുള്ളൂ ദുനിയാവില്. ദുനിയാവിന് കക്കൂസിന്റെ വിലയുള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരു പ്രവാസിയുടെ ആദ്യത്തെ അനുഭവം കരച്ചിലാണെങ്കിൽ 300 കൊല്ലം കരഞ്ഞു. നിങ്ങൾ നോക്ക്, അവസാനം അവര് കണ്ടുമുട്ടിയത് അറഫയില. വേറൊന്നുകൂടെ ഞാൻ പറയട്ടെ, ഇന്നിപ്പോ പെണ്ണുങ്ങള്, സ്ത്രീകൾ